കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഡെലിവറൻസ് പ്രെയർ നടത്തി. അതെല്ലാം നിങ്ങളത് കണ്ടു, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയിലെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനും പ്രെയറുമാണ് അവിടെ അവസാനിച്ചത്. ഇനിയും ഇത് തീർന്നിട്ടില്ല. ഇനി നമ്മൾ അൺക്ലീൻ സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പിരിറ്റ്സ് ബൈബിളിലുള്ള, അതിൽ ഒരുപാട് വെറൈറ്റി സ്പിരിറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടിരിക്കണം. മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഭവനത്തിൽ അരമണിക്കൂർ സമയം ബൈബിൾ സ്റ്റഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ടോപ്പിക്കൽ സ്റ്റഡി ആയിട്ടോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. നിങ്ങളത് ശ്രദ്ധയോടുകൂടി ഇരിക്കുകയും പ്രാർത്ഥനയോടെ അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്നു ഈ സീസണിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയൊരു റിലീസ് വന്നു ചേരും, വലിയൊരു അനുഗ്രഹവും നന്മയും വന്നു ചേരും. ചില ഗേറ്റ്സൊക്കെ ദൈവം തുറന്നു തരും. അതിനാൽ ഇത് തുടർമാനമായി കാണുക, പ്രാർത്ഥിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പിരിറ്റിനെ കുറിച്ചാണ്. ധാരാളം സ്പിരിറ്റ്സ് ബൈബിളിൽ പറയുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഇതിൽ മില്യൺസ് ഓഫ് സ്പിരിറ്റ്സ് ഉണ്ട്. കാര്യം ദൂതന്മാർ തിരിഞ്ഞു പോയതാണല്ലോ, പിശാചിനോടൊപ്പം തിരിഞ്ഞു പോയതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയുടെ ദേഹത്ത് അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴേ ഈ സ്പിരിറ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലതരമായിട്ടുള്ള നെഗറ്റീവ് ട്രെയ്റ്റ്സ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരു സ്പിരിറ്റാണ് സ്പെസിഫിക് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സ്റ്റേജാണ്. എന്നാൽ നമ്മളത് ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ സ്പിരിച്വൽ വെപ്പണും സ്ട്രാറ്റജീസും ആ സ്പിരിറ്റിന് അഗൻസ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പിരിറ്റ്സ് ഉണ്ട്. അത് ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് സെലസ്റ്റിയലായിട്ടുള്ളതുണ്ട്. സെലസ്റ്റിയൽ എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ എന്ന് വെച്ചാൽ സ്വർഗം കഴിഞ്ഞിട്ട് കീഴോട്ടുള്ള ഭാഗത്ത് മാലാഖമാരുടെ സൈഡും ഒക്കെ കഴിഞ്ഞ് ഏഞ്ചൽസിൻ്റെയൊക്കെ സൈഡ് കഴിഞ്ഞ് താഴോട്ടുള്ള നമ്മളീ പറയുന്ന കോസ്മോസ്, അവിടെയുള്ള സെലസ്റ്റിയലായിട്ടുള്ള ബീയിങ്സ്, ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. രണ്ടാമതുള്ള കാണുന്നതെന്നാണ് നമ്മുടെ ടെറസ്ട്രിയൽ എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ കാണുന്നതായിട്ടുള്ള സ്പിരിറ്റ് ഉണ്ട്, ടെറസ്ട്രിയൽ സ്പിരിറ്റ്. മൂന്നാമത് നമ്മൾ കാണുന്ന സ്പിരിറ്റ്സ് എന്ന് പറയുന്ന മറൈൻ, വെള്ളത്തിനകത്തുള്ള സ്പിരിറ്റ്സ്. നാലാമത് പറയുന്ന സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് അടിയിൽ ഉള്ള കുറേ സ്പിരിറ്റ്സ് ഉണ്ട്, പാതാളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പിരിറ്റ്സ്. ഇങ്ങനെയൊക്കെയുള്ള 4 ഏരിയകളിലെ 4 ഡയമെൻഷൻസിലുള്ള സ്പിരിറ്റാണുള്ളത്. ഈ ഡയമെൻഷൻസിൽ തന്നെ ഒരുപാട്, ഈ മണ്ഡലങ്ങളിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ സബ് ഏരിയാസുകളുണ്ട്. അവിടെ എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പിരിറ്റുകളുടെ ആധിപത്യമുണ്ട്. ഇപ്പം ഓരോ കൺട്രികൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ദേശങ്ങൾ എടുത്തു കഴിയുമ്പോൾ, ഓരോ വില്ലേജുകൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെയൊക്കെ തന്നെ പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, ഒരുപാട് ഡീമൻസ്, അൺക്ലീൻ സ്പിരിറ്റ്സ്, ഈവിൾ സ്പിരിറ്റുകൾ. ഇത് ഏറ്റവും മുകളിൽ ഇരിക്കുന്നതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന. ബാക്കിയുള്ളതെല്ലാം കീഴേ ഉള്ള ഒരുപാട് സ്പിരിറ്റ്സ് ഉണ്ട്. മത്തായി 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് പരീശന്മാർ അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: യവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബെയ്സുബേലിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് യേശുവിനെ കളിയാക്കുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. അതിൽ യേശുക്രിസ്തു പറയുന്നതാണ്: ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അതിന് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു അടയാളമാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഹലോ ശ്രദ്ധിക്കുക. ദൈവരാജ്യത്തിൻ്റെ ഒരു അടയാളമാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശു പുതിയ നിയമത്തിലെ ദൈവരാജ്യത്തിൽ സാത്താനെ അല്ലെങ്കിൽ ഭൂതങ്ങളെ, ഡെമൺസിനെ, ദുരാത്മാവിനെ പുറത്താക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ പറയുക ദൈവരാജ്യത്തിന് ഈക്വലായിട്ട് തന്നെ ഒരു സാത്താൻ്റെ രാജ്യമുണ്ട്. ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ കാര്യം, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ സാത്താനെ കുറിച്ച് പറയുന്ന 1 ദിനവൃത്താന്തത്തിലുണ്ട്, ശമൂവേലിൽ പറയുന്നുണ്ട്, ഇയ്യോബിൽ പറയുന്നുണ്ട്, സക്കരിയാവിൽ പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ 4 പുസ്തകങ്ങളിലാണ് പഴയ നിയമത്തിൽ സാത്താനെ കുറിച്ച് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ ഭൂതങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്ന ഈവിൾ സ്പിരിറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഈവിൾ സ്പിരിറ്റ്, ഈ ഭൂതങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്നുകിൽ ഈവിൾ സ്പിരിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അൺക്ലീൻ സ്പിരിറ്റ് എന്ന് പറയും,
ഡെമോൺ എന്ന് പറയും. ഇങ്ങനെ 3 രീതിയിലാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇതിനെ കാണുന്നത്. ചില പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാലും ആദ്യം ഞാൻ പറഞ്ഞു ഇതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ സെലസ്റ്റിയൽ, ടെറസ്ട്രിയൽ, അക്വാറ്റിക് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്, ഇങ്ങനെയുള്ള 4 ടൈപ്പാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഈവിൾ സ്പിരിറ്റ്, അൺക്ലീൻ സ്പിരിറ്റ്, ഡെമൺ, ഇങ്ങനെയുള്ള ടൈപ്പ് ആണ് ഉള്ളത്. ഒരു കാര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഈവിൾ സ്പിരിറ്റ്സ് എപ്പോഴും തന്നെ ആരെയെങ്കിലും ശരീരത്തിൽ കൂടിയാണ് ഈ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് ഇന്ന ശരീരം വേണമെന്നില്ല, മനുഷ്യൻ്റെ ശരീരം വേണമെന്ന് നിർബന്ധമില്ല. മൃഗങ്ങളുടെ ആയാലും മതി, ബേഡ്സിൻ്റെ ആയാലും മതി, ഫിഷിൻ്റെ ആയാലും മതി, അനിമൽസിൻ്റെ ആയാലും മതി, ക്രീപ്പിങ്ങിൻ്റെ ആയാലും മതി, എങ്ങനെയായാലും അത് ഈ ഡിഫറെൻ്റായിട്ടുള്ള ശരീരങ്ങൾ കൂടിയാണ് ഈ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആത്മാവിനല്ലാതെ ഒരു രൂപം എടുക്കാനായിട്ട് പറ്റുകയില്ല, ഏതെങ്കിലും ശരീരത്തിൽ കൂടിയാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്നാൽ ഇത് നമുക്കറിയാം, എല്ലാത്തിൻ്റെയും ഈ പിശാചിൻ്റെ തന്നെ പല ലെവലുണ്ട്, പല ഹൈറാർക്കിയുണ്ട്. ദൂതന്മാർക്കുള്ള ഹൈറാർക്കി പോലെ പിശാചിനും പല ഹൈറാർക്കികളും പല അവകാശങ്ങളും റൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് സ്പിരിച്വൽ വേൾഡിൽ. ഈ സ്റ്റാർസിൻ്റെ ശോഭ വേറെ, മൂണിൻ്റെ ശോഭ വേറെ, സണ്ണിൻ്റെ ശോഭ വേറെ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന് ഡിഫറെൻ്റായിട്ടുള്ള ഹൈറാർക്കികളുണ്ട്. എല്ലാത്തിൻ്റെയും ശോഭ ഡിഫറെൻ്റ് ആയെന്ന് പറയുന്ന പോലെ ഇതിനും ഡിഫറെൻ്റായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്. യേശുവിന് ഒരു രാജ്യമുണ്ട് എന്ന് പറയുന്ന പോലെ പിശാചിനും ഒരു രാജ്യമുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് ഇതിനെ കാണുന്ന സർപ്പത്തെ സർപ്പമായിട്ട് ലിങ്ക് ചെയ്താണ് ഇത് കാണുന്നത്. അത് ജനസിസിൽ സർപ്പം ഹവ്വായെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് പാമ്പിൻ്റെ രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. എന്നാൽ അവസാനം വരുമ്പം, വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പം, ജനസിസ് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴും ഇത് സർപ്പത്തിൻ്റെ രീതിയിലാണ് ഇതിനെ ചവിട്ടി താഴ്ത്തുകയും ഇതിനെ പിടിച്ചിടുകയും ഒക്കെ ചെയ്യുന്ന പഴയ പാമ്പ്, സർപ്പം എന്നൊക്കെയുള്ള പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്, സാത്താനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ ഒരു ജനറലായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എവരെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇവരെ നമുക്ക് അറ്റാക്ക് ചെയ്യാനോ അവരുടെ നേരെ ഫൈറ്റ് ചെയ്യാനോ പറ്റുകയില്ല. ഈ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കുക, നമ്മളെ മുമ്പിലൊരു പിശാച് ഇങ്ങനെ വന്ന് നിൽക്കുക, ഞാൻ അതിനെ ഇടിക്കാൻ പോവുക, ഫൈറ്റ് ചെയ്യുക. അങ്ങനെയല്ല ഈ ഫൈറ്റിങ് വരുന്നത്. ഫൈറ്റിംഗ്, ദിസ് ഈസ് എ സ്പിരിച്വൽ വാർഫെയർ. ആത്മീയ മണ്ഡലത്തിലുള്ള ഒരു ഫൈറ്റിങ്ങാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞാണ് എന്തൊക്കെയാണ് നമ്മളതിനെ ധരിക്കേണ്ടത്, ഏത് രീതിയിലാണ് അതിനെ ഫൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ട് ഈ ഫൈറ്റിങ്ങിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഇത് നമ്മൾ ഈ ആർമേഴ്സ് എല്ലാം എടുത്ത് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഈൽഡ് ചെയ്ത്, അപ്പോഴും നമ്മൾ ഈ ശക്തി ധരിക്കുമ്പോഴാണ് ശരിക്കും ആ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു നേച്ചർ നമ്മളിലാകുന്നത്. അത് നമ്മളെ ഉള്ളിലുള്ള അവയർനെസ്സും അതുപോലെ നമ്മുടെ ശക്തിയും, ഇതാണ് കാര്യം. ഇത് ഫൈറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളല്ല ഫൈറ്റ് ചെയ്യുന്നത്. അവരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഉയരത്തിൽ തന്നെ ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ദൂതന്മാരുണ്ട്, അവരാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമുക്ക് അത് ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും ദാനിയേലിൻ്റെ പ്രാർത്ഥന തടസ്സപ്പെടുത്തിയ ദൂതനെ അയച്ച കാര്യം ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദൂതനെ അയക്കുന്ന മിനിസ്റ്ററിങ് സ്പിരിറ്റ്സ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അയക്കുന്ന ദൂതന്മാരെ കുറിച്ച് നമുക്കറിയാം. പഴയ നിയമത്തിൽ ഒരുപാട് സമയങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദൂതൻ വന്നിരുന്നു. അതുപോലെ മോശയുടെ ശരീരത്തിന് വേണ്ടി ദൂതൻ ഫൈറ്റ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. അത് നമ്മളൊന്നും അല്ല ഇത് ചെയ്യുന്നത്, ഇതെല്ലാം ദൂതന്മാരാണ്. പക്ഷെ ദൂതന്മാരത് ചെയ്യണമെങ്കിൽ ചില സ്പിരിച്വൽ ലോസിൻ്റെ കീഴിലാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു ശക്തിയുള്ളതെന്ന് പറയട്ടെ, ഒരു പ്രിൻസിപ്പാലിറ്റി, അതാണ് ഏറ്റവും കൂടുതൽ കുറച്ച് ശക്തിയുള്ളത്. കാരണം ഒരു ഏരിയയുടെ രാജാവാണല്ലോ. ആ പ്രിൻസിപ്പാലിറ്റിക്ക് അഗൻസ്റ്റായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയും അതിൽ നിന്നൊരു വിടുതലും വരണം എങ്കിൽ ആ ഒരു കീ അല്ലെങ്കിൽ അതിനുള്ള അതോറിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു ദൂതനെ ദൈവം അതിന് അയക്കും. അത് ഏത് ദൂതനാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ അത് മിഖായേലാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഒരു ദൂതനെ അയച്ചിട്ട് ദൈവം അതിനകത്തുനിന്ന് ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു റിലീസ്, അങ്ങനെയാണ് ഈ റിലീസ് ഡെലിവറൻസ് വരുന്നത്. നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചു, ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചു, തലയെ കൈവച്ചു, അല്ലെങ്കിൽ തൊട്ടപ്പോൾ ആ പിശാച് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ
ശരിയാണ്, ടച്ചിങ്ങിനകത്ത് കാര്യമുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്കറിയാം നമ്മളോട് ചുറ്റും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ എഫക്റ്റ് കൂടാതെ 2 ദൂതന്മാർ അപ്പുറം ഇപ്പുറം ഉണ്ടെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, ഈ ഡീമൺസ് ഒക്കെ തന്നെ നമ്മളിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ എക്സ്റ്റേണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതും എല്ലാം തന്നെ നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് ഇതിനെ മനസ്സിലാക്കി, അതിൻ്റെ നേച്ചർ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനോട് റിറ്റാലിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. ഈ സാത്താനെ സംബന്ധിച്ചിടത്തോളം സാത്താൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഹിഡൻ നേച്ചറാണ്. നമുക്ക് പെട്ടെന്ന് അത് വെളിപ്പെട്ട് കിട്ടത്തില്ല. കാരണം അവൻ അറ്റാക്ക് ചെയ്യുന്നത് പല രീതിയിൽ, പല ചീറ്റിങ് അല്ലെങ്കിൽ അവനെ ഡിസീവ് ചെയ്യാണ്, ചതിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡീമൻസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പേഴ്സണാലിറ്റീസ് ഉണ്ട്, അവർക്ക് ചില ലൈക്സ് ഉണ്ട്, ഡിസ്ലൈക്ക് ഉണ്ട്. അതുപോലെ നമ്മൾ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ അവർ ചില സീസൺസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നും കാണും, ചില സീസൺസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണും. അപ്പോഴേ ഞാൻ പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡിമൻസിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾ ഡെമണോളജി അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമ്പോഴേ അതൊക്കെ ഒരുപാട് ഡിമൻസിൻ്റെ പേര് കിടപ്പുണ്ട്. അതെല്ലാം തന്നെ വന്നിരിക്കുന്ന മെസപ്പൊത്തോമിയ ആ ഏരിയകളിലെ അന്നുണ്ടായിരുന്ന ദൈവികമല്ലാത്ത പൈശാചികമായിട്ടുള്ള ചില ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് അവർ കൊടുത്തിരുന്ന പേരുകളിലാണ് അതറിയപ്പെടുന്നത്. അതിനകത്ത് ബൈബിളിലൊന്നും അങ്ങനെയുള്ള പേരുകളൊന്നും നമുക്ക് കാണാനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പേരുകളൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുകയോ പറയുകയോ ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചോ, അതിൽ കുഴപ്പമൊന്നുമില്ല. ജനറലായിട്ടുള്ള നെയിംസ് മാത്രമേ പറയുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ബൈബിളിലെ പലപ്പോഴും റെഫറൻസ് കൊടുക്കാനായിട്ട് പറ്റാത്ത കേസുകളുമാണ്. കാരണം ഇതൊക്കെ പലതും ഒരു റെവലേഷൻ പോലെ അല്ലെങ്കിൽ പല നേരത്തെയുള്ള പല ദൈവദാസന്മാർ ഇപ്പോഴല്ല AD 100 തൊട്ട് ഇങ്ങോട്ട് AD 1000 വരെയും അതിനുശേഷവും ഒക്കെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നുള്ള റെഫറൻസും ഒക്കെ വെച്ചാണ് ഇത് പറയുന്നത്. അവരും ഇതൊന്നും ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തതാണോ എന്നെനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനോട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയും, അതുപോലെ അതിൻ്റെ വ്യൂസ് പറയുകയും ചെയ്യും. ഈ വ്യൂസ് പറയുമ്പോൾ നിങ്ങൾക്കത് 2, 3, 4 വ്യൂസ് ഉണ്ടെങ്കിൽ പറയുമ്പോൾ നിങ്ങൾക്കത് ഡിസൈൻ ചെയ്യാം, ഏത് വ്യൂ ആണ് നല്ലത്, ഏതാണ് മോശം എന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാനൊരു വ്യൂവിൽ അക്സെപ്റ്റ് ചെയ്യുകയും ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതിൻ്റെ റീസൺസ് ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾ അതിനോട് എല്ലാത്തിനോടും യോജിക്കണമെന്നില്ല. കാരണം ദിസ് ഈസ് ഓൾ സ്പിരിച്വൽ മാറ്റേഴ്സ്. ഇതിലെ സ്പിരിച്വൽ മാറ്റേഴ്സാണ്. അന്നേരം ഈ സ്പിരിച്വൽ മാറ്റേഴ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റ് ഉണ്ട്. ആരും കണ്ടിട്ടില്ലല്ലോ. അന്നേരം ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റുകളുണ്ട്. കാണുന്നത് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല, പിന്നെ കാണാത്ത കാര്യം പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഡിബേറ്റിന് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമുക്കത് ജീവിതത്തിൽ പ്രയോജനമായി തീരണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റിൽ നമ്മൾ ഈ കാറ്റഗറിയിൽ നമ്മൾ എടുക്കുന്നത് ഡിമൺസ് എന്ന് പറയുന്നതാണ്. അവർ ലോവസ്റ്റ് റാങ്കിങ് സ്പിരിറ്റാണ്. സൈറ്റാനിക് കിങ്ഡത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു റാങ്കിങ് ആണ്. എന്നാൽ അവർ പവർഫുള്ളാണ് എന്നുള്ളത് ഏറ്റവും മനസ്സിലാക്കുക. അവർ പവർഫുള്ളാണ്. ഇതിനെക്കുറിച്ച് റെഫറൻസ് ഉള്ള മത്തായി 8:29 ഈ ഗദരദേശത്തുള്ള ഒരു എക്സാമ്പിളാണ് അതിൽ പറയുന്നത്. അവൻ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. സോ ഇവിടെ ഭൂതഗ്രസ്തൻ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ട് അവനെ എതിരെ വന്നു, അവരിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്ന കാര്യം പറയുന്ന. ഈ ഭൂതത്തെ പുറത്താക്കുന്ന ഇവിടെ ഒരു ഡെമൺ എന്നുള്ള ഒരു രീതിയിൽ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയപ്പോഴേ സ്നാനം കഴിഞ്ഞിട്ട് തൻ്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഫാസ്റ്റിങ്ങിൽ മരുഭൂമിയിൽ പോയ സമയത്ത് അവിടെയും പിശാച് വന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയും കാണാം 4:6 നീ ദൈവത്തിനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുക, അവൻ നിന്റെ കാലിൽ തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ കാത്തുകൊള്ളും എന്നെഴുതിയിരിക്കുന്നില്ല. ഇവിടെയും അതുപോലെ തന്നെ ശരിക്കും ഈ ഡെവിള് നേരിട്ട് വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ ഡെവിൾ എന്ന് പറഞ്ഞാൽ ലൂസിഫർ അന്ന് വന്നു അവനോട് ചെയ്ത്, യേശു ആയതുകൊണ്ട് അത് ലൂസിഫറാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ അതിനകത്ത് എഴുതിയിട്ടില്ല ലൂസിഫറാണ് അവിടെ വന്ന് ചെയ്തത്. അതുകൊണ്ട് അവൻ്റെ ഒരു ഏജൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോഴേ ഇത് നോർമലി ഈ ഡെമൺസ് എപ്പോഴും തന്നെ നേരത്തെ പറഞ്ഞാണ് ഞാൻ,
ദേ ആർ ലുക്കിംഗ് ഫോർ ബോഡി. ഒരു ശരീരത്തിൽ അവർ കയറിക്കൂടാൻ അവർക്ക് വലിയ താല്പര്യമാണ്, ഹ്യൂമൻ ആയാലും അനിമൽസ് ആയാലും. അന്നേരം അവർ നേരത്തെ ആ ഒരു രീതിയിലായിരുന്നു അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ഇവരെപ്പോഴും തന്നെ ബൈബിളിലെ പല സ്ഥലങ്ങളിലുണ്ട്, ഇവർ പലപ്പോഴും ഈ ആളുകളിൽ കയറി ഇരുന്നു എന്ന് നമുക്ക് കാണാം. ഈ ഡെമൺസ് കയറിയിരുന്ന് കാണാം. ഈ ഡെമൺസ് നോർമലി ദേ ആർ റിപ്പോർട്ടിംഗ് ടു ഫോളൻ ഏഞ്ചൽസ് എന്നാണ് പറയപ്പെടുന്നത്. ഫോളൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പുണ്ട്, അവരുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഡെമൺസ് ലോവസ്റ്റ് റാങ്കിങ് ക്രീച്ചറാണ്, ഹെവനിലുള്ള ലോവസ്റ്റ് റാങ്കിങ് ക്രീച്ചർ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഈ സാത്താനെയും അവൻ്റെ സൈന്യത്തെ എല്ലാം ഉയരത്തിൽ നിന്ന് അടിച്ച് താഴോട്ട് ഇട്ടപ്പോഴേ ഈ പവർഫുൾ ഏഞ്ചൽസും അതുപോലെ തന്നെ മറ്റുള്ള ഏഞ്ചൽസും എല്ലാം തന്നെ ഈ ലോകത്തിലേക്ക് വന്നു. അവർ ഈ ലോകത്തിൽ വന്നു പറഞ്ഞാൽ കോസ്മോസിലും ഈ ഭൂമിയിലേക്കും ഈ അണ്ടർഗ്രൗണ്ടിലേക്കും എല്ലാം പോയി. അതായത് ദേ വാണ്ട് ടു കവർ ദെയർ ബോഡി. അവർക്ക് ശരീരം ആവശ്യമായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദേ ആർ ആൾവേസ് ലുക്കിംഗ് ഫോർ എ ബോഡി. അവർക്ക് ഒരു ശരീരം ആവശ്യമാണ്. നേരത്തെ ഞാൻ വായിച്ച ഭാഗങ്ങളുണ്ട്. ഇനി ഞാൻ അതിൻ്റെ 2-3 റെഫറൻസ് പറയാം. ആ ഗദരദേശത്തെ ആ മനുഷ്യനിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞപ്പോഴേ മർക്കോസ് 5:13 അശുദ്ധാത്മാക്കൾ പന്നികൾ കടന്ന് കൂട്ടം കടും തൂക്കത്തോട് കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടി ചത്തു. പന്നികളിലേക്ക് കയറിയതായിട്ട് പറയുന്നു. മർക്കോസ് 9:21 ചന്ദ്രരോഗം ബാധിച്ച മനുഷ്യൻ, ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ചെറുപ്പം മുതലേ അവനിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവനെ തീയിലും വെള്ളത്തിലും തള്ളിയിടുന്ന ഒരു സ്പിരിറ്റ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:16 പൗലോസ് പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരെ എതിരേറ്റു. അവിടെയും സ്പിരിറ്റ് പൊസസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതും ആ സ്ത്രീയിലെ സ്പിരിറ്റ് പൊസസ് ചെയ്തതായിട്ട് കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 19:16 പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ ഇരുവരെയും കീഴടക്കി ജയിക്കിയാൽ അവൻ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. അവിടെയും ദുരാത്മാവ് പൊസസ് ചെയ്ത ഒരു മനുഷ്യൻ. ഞാൻ ചില എക്സാമ്പിൾസ് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ദുരാത്മാവ് ബോഡിയിൽ പൊസസ് ചെയ്യുന്നുള്ള. അതുകൊണ്ട് ഈ ദുരാത്മാക്കളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം വിശ്വസിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും യേശുവിൻ്റെ നാമം പറഞ്ഞാൽ അതിനൊരു അതോറിറ്റി ഉണ്ട് ആ നാമത്തിൽ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂതങ്ങളെ പുറത്താക്കാം. കാരണം അങ്ങനെയുള്ള ഉള്ളിൽ ഭൂതം പൊസസ് ചെയ്യത്തില്ല. എക്സ്റ്റേണലായിട്ട് നിന്ന് ടോർമെൻറ്റ് ചെയ്യത്തേ ഉള്ളൂ. എന്തെങ്കിലും ടോർമെൻറ്റ് ചെയ്താൽ പോലും പുറത്ത് നിന്ന് ടോർമെൻറ്റ് ചെയ്യത്തേ ഉള്ളൂ, ഉള്ളിൽ പൊസസ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഡെയിലി ജീവിതങ്ങളിൽ പല സമയങ്ങളിലും പൈശാചിക അറ്റാക്കുകൾ എപ്പോഴും വരാറുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്. നമ്മൾ ഏത് വഴി പോയാലും അവിടെയൊക്കെ പല രീതിയിലുള്ള അറ്റാക്കുകൾ നമ്മൾ പലപ്പോഴും അത് നമ്മളെ തെറ്റിലേക്ക് പാപത്തിലേക്ക് നയിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഡിസീറ്റ് ചെയ്യാനായിട്ട് ചതിക്കാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഡെയിലി നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ ഇതിൻ്റെ പിശാചിൻ്റെ അറ്റാക്കുകൾ നമുക്ക് കാണാം. പിന്നെ അതൊക്കെ തന്നെ ഞാൻ പറയാം ഒരു ഹാർഡായിട്ടുള്ളതല്ല, ജനറലി ഉള്ള കാര്യമാണ്. അല്ലാതെ ആക്സിഡൻസ് വരുത്തുന്ന അതിലേക്കൊക്കെ നമ്മൾ വരാം. ആക്സിഡൻസ് വരുത്തുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൈശാചിക അറ്റാക്കുകളുമുണ്ട്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കുകളാണ്. അല്ലാതെ നോർമലി നമ്മൾ പാപത്തിലേക്ക് വീഴാനും നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകാനുമുള്ള ഒരുപാട് പൈശാചിക അറ്റാക്കുണ്ട്. അതെല്ലാം നമ്മൾ ആത്മാവിൽ ജനിച്ച ആളുകളെ തിരിച്ചറിയുകയും ആ സമയത്ത് അതിനെ ഈ പറഞ്ഞ പോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഡെലിവറൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു പറയുമ്പോഴേ അത് നമ്മളെ വിട്ടുപോകും. അത് നമ്മുടെ സ്പിരിച്വൽ റാങ്കിങ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറയാൻ നമ്മുടെ അനുസരണം, അത് നമ്മളെ ദൈവസന്നിധിയിൽ കൂടുന്നതനുസരിച്ച് ആ ലീഗലായിട്ടുള്ള റൈറ്റ് നമുക്ക് കൂടുകയാണ്. ഈ ലീഗൽ റൈറ്റ് കൂടാൻ അതിനെക്കുറിച്ചൊരു നോളജ് വേണം. ഇതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് എന്നെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു അറിവ് നമുക്ക് എപ്പോഴും വരണം. നമുക്കൊരു ലീഗൽ റൈറ്റ് വരികയാണ്. ഈ ലീഗൽ റൈറ്റ് വന്നു കഴിയുമ്പോൾ അത് പറയുമ്പോൾ
അത് പോയെങ്കിലേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ വേ. അതുകൊണ്ടാണ് എപ്പോഴും വിശ്വാസ സമൂഹത്തെ അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിശാചിന് അവരെ പേടിയാണ്. കാരണം എന്താണ്? അവരെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും അതുപോലെ യേശുവിൻ്റെ പേര്, നാമവും അത് വെച്ച് പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട്. പിശാചിന് അങ്ങനെ അടുത്ത് വന്ന് കളിക്കാൻ ഇച്ചിരി പേടിയാണ്. എന്നാൽ അവനൊരു ഗേറ്റ് വേ ഉണ്ടാക്കി നിങ്ങളെ ഡിസീവ് ചെയ്ത് താഴെ ഇടും എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഒറ്റയൊരു കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ ഈ ഡെമണിനെ കുറിച്ചുള്ള ജനറലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ദാറ്റ് ഈസ് റിപ്പോർട്ടിംഗ് ടു ഫോളൻ ഏഞ്ചൽസ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഇത് ഇത്രയും സമയമുണ്ടെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് ആവശ്യമാണ്. കാരണം ഇതിൻ്റെ ഡീപ്പിലേക്ക് നമ്മൾ പോകുമ്പോഴേ ഈ ഡെമൺസിനെയും ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ചും ഒക്കെയുള്ളൊരു അറിവ് നമുക്ക് ആവശ്യമാണ്. നോർമലായിട്ടുള്ള ഈ കുട്ടിപ്പിശാച് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു വ്യൂവിൽ നിങ്ങൾ ഡെമൺസിനെ എടുത്താൽ മതി. എന്നാൽ അതിന് പവറുണ്ട്. കുട്ടിപ്പിശാച് എന്ന് പറഞ്ഞാൽ അതിന് പവറുണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്ന പോലെ അതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉണ്ട്. ദേ ആർ ഡൂയിങ് ഇറ്റ്. അത് ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ടല്ല, ചിലപ്പം ഗ്രൂപ്പായിട്ടും ആയിരിക്കാം ഇത് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. എന്തായാലും അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ സമൂഹത്തെ തെറ്റിച്ചുകൊണ്ട് പോവുക, ആരും കർത്താവിനെ അറിയരുത്, ദൈവരാജ്യത്തിൽ ആരും കയറരുത്. അതിനുവേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അത് ജീവിതത്തിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും ഫാമിലി ലൈഫിലും കമ്മ്യൂണിറ്റി ലിവിങ്ങിലും എല്ലാം അത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അവൻ അറക്കുവാനും മുടിക്കുവാനും വരുന്നു. റെസിസ്റ്റ് ഇറ്റ്, ഫ്ലീ ഫ്രം ഇറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ ഈ ആത്മാക്കളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോഴേ ഈ അറിവ് ഞങ്ങളെ ഇത് ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കണവും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നുള്ളതിന് ഞങ്ങളുടെ ഒരു നാന്ദിയായി ഒരു മുൻകുറിയായി കർത്താവെ ഇത് ഞങ്ങളുടെ ജീവിതങ്ങളായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലതരമായിട്ടുള്ള പ്രയാസങ്ങളെ പൈശാചി അറ്റാക്കിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ എപ്പിസോഡുകളൊക്കെ കണ്ടു കഴിയുമ്പോഴേ അവർക്കൊരു ധൈര്യവും ബലവും അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ളൊരു കൃപയും ഈ ദിവസങ്ങളിൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല രീതിയിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് വരുമ്പോഴേ കർത്താവെ അത് ഞങ്ങളെ അതിനെ ഓടിക്കുവാനായിട്ട്, അഗ്രസീവായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ടുള്ള കൃപ ഈ ദിവസങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് കാണുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ അതിൽ ആഡ് ചെയ്യുന്നതാണ്. നമ്മളെ ബൈബിൾ സ്റ്റഡീസ്, അതുപോലെ പ്രയർ, ഡെലിവറൻസ് പ്രയർ ഉണ്ട്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.